ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ട്രെയിനിങ്ങിനെ കുറിച്ചിടാം. എനിക്ക് ചെസ്റ്റും ബാക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു ചെസ്റ്റും ബാക്കും ഇപ്പോൾ ഒരു ഡെഫിസിറ്റിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാൻ പേഴ്സണലി ചെസ്റ്റും ബാക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. ഈ ഒരു 1 മന്ത്, ഒരു 2 മന്ത്സിന് മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് അടിക്കുന്നത് ചെസ്റ്റും ബാക്കും ഒരുമിച്ച്. എൻ്റെ ചെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുക, ബാക്കും അതിനേതായിട്ടുള്ള ഡിവോട്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇപ്പം ഞാൻ പുഷ് പുൾ ലെഗ്സ് ഇൻറ്റു അർണോൾഡ് സ്പ്ലിറ്റ് ഫോളോ ചെയ്യണം. പുഷ് പുൾ ലെഗ്സ്, പിന്നെ ഷോൾഡേഴ്സ് ആൻഡ് ആംസ്, ചെസ്റ്റ് ആൻഡ് ബാക്ക്, വീണ്ടും ലെഗ്, 6 ഡേ സ്പ്ലിറ്റ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം റെസ്റ്റ് എടുത്തുകൊണ്ട് എനിക്ക് ചെസ്റ്റ് ആൻഡ് ബാക്ക് ഇന്നാ വന്നത്. സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. വോള്യൂം നിങ്ങൾക്ക് ഇപ്പോൾ വോള്യൂം പ്രിഫർ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം ആ വോള്യത്തിന്. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു ഫ്രെയിം വർക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റ്സും എക്സസൈസസും കൂട്ടാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ ലോ വോള്യം ഹൈ ഇൻറ്റൻസിറ്റി പ്രിഫർ ചെയ്യുന്ന ഒരു ആളാണ്. ഇപ്പോഴത്തേക്ക് കുറച്ച് നാളത്തേക്ക് ട്രൈ ചെയ്യണത്. അപ്പോൾ എനിക്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സെറ്റും ടു ദ എക്സ്ട്രീം ഫെയിലിയർ ആവും. അതാണ് എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടുപോകുക. എക്സ്ട്രീം ഫെയിലിയർ, പക്ഷെ കുറച്ച് വോള്യം ആവും. എനിക്കിത് അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ പ്രീ വർക്കൗട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ക്യൂക്കമ്പറിന് പകരം ക്യാരറ്റാണ് എടുത്തുക്കണം. അത് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇതും കഴിച്ച് നമുക്ക് ജിമ്മിൽ കാണാം. ഫസ്റ്റ് എക്സസൈസ് എന്തായാലും ഇൻക്ലൈനാണ്. ഇന്ന് കുറച്ച് ഷോൾഡർ എനിക്കെന്തോ ഒരു സീൻ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പ്രോപ്പർലി വാമപ്പ് ചെയ്തു. അല്ലെങ്കിലും വാമപ്പ് ചെയ്യണം, കുറച്ച് എക്സ്ട്രാ വാമപ്പ് ചെയ്തു. ഞാനൊരു 2 to 3 സെറ്റ്സ് ജസ്റ്റ് ഒരു ഫീലർ സെറ്റ്സ് ആയിട്ട് അടിക്കും. ആ ഒരു ഹയർ വെയ്റ്റിന് കുറച്ചുകൂടി എന്താ വെച്ചാൽ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ വെയിറ്റ് പോവില്ല. അല്ലെങ്കിൽ കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചറി അല്ലല്ലോ നമ്മുടെ മെയിൻ ഗോൾ, ഹൈപ്പോട്രഫി അല്ല. അപ്പോൾ ചിലപ്പോൾ വെയിറ്റ് നോർമലായിട്ട് അടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനും കുറച്ചായിട്ട് അടിക്കുള്ളൂ. സോ ഇവിടെ മെയിനായിട്ടുള്ള കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, അതുപോലെ തന്നെ ഫെയിലിയറിലേക്ക് ടച്ച് ചെയ്യാനാണ്. റെപ്പ് റേഞ്ച് ഒരു 6 to 8 വയ്ക്കാം, 2 സെറ്റ്സ്. അതാണ് എൻ്റെ അവിടുത്തെ ഐഡിയ. ടു സെറ്റ്സ് കഴിഞ്ഞു. 6 to 8 തന്നെ ഞാൻ പറഞ്ഞില്ലേ, സെറ്റ് ടു ദ എക്സ്ട്രീം ഫെയിലിയറിലേക്കാണ്. പിന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത്, ഇങ്ങനെ അതായത് ഡയറക്റ്റ് ഇങ്ങനെ പിടിക്കുന്നതിന് പകരം കുറച്ച് ടിൽറ്റ് ചെയ്ത് പിടിച്ചാൽ മച്ച് മോർ ബെറ്റർ ആവും. കാരണം ഒന്നുകൂടി പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷനിലേക്ക് നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് ഫീൽ ആവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഒരു ടിപ്പ് പറയണതാണ്. അപ്പോൾ അങ്ങനെ അതായത് പാരലൽ പോലെ പിടിക്കാണ്ട് ലേശം ടിൽറ്റ് ചെയ്യുക, എന്നിട്ട് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിലാണ് മെയിൻ കാര്യം. കാരണം എല്ലാവരും പകുതിയിൽ ഇത്ര എങ്ങനെ അടിക്കണം എനിക്കറിയില്ല. ഒരു വെയിറ്റ് പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷനിലൂടെ ഒരു 8 reps എങ്കിലും അടിച്ചിട്ട് എന്നിട്ട് പ്രോഗ്രസ് ചെയ്യുക, അതിലേ കാര്യമുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ലാറ്റ് പുൾ ഡൗൺ ആണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചെസ്റ്റ് തീർത്തിട്ട് ബാക്ക് അടിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടും ചെയ്യാം. പക്ഷേ ഞാൻ ഓൾട്ടർനേറ്റ് ആയി ചെയ്യുമ്പോൾ എനിക്ക് ഈക്വൽ എനർജി രണ്ടിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ട് ലാറ്റ്സ് അടിക്കണം. പിന്നെ എനിക്ക് ലാറ്റ്സിൽ അത്യാവശ്യം നല്ല എനർജിയോടെ അടിക്കണമെന്നുണ്ട്. എനിക്ക് അതൊന്ന് ബ്രിങ് അപ്പ് ചെയ്യണമെന്നുണ്ട്, ലാറ്റ് മസിൽ. ഇവിടെയും റെപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 6 to 8 ആവില്ല, ഒരു 8 to 10. വെയിറ്റ് അത്യാവശ്യം നമുക്ക് എത്രയാണ് ഹെവി ആവും പോകാൻ പറ്റണേ. നമ്മൾ 8 ആണ് ഞാൻ പ്ലാൻ ചെയ്യണേ. ലെറ്റ് സി, 2 സെറ്റ്സ് തന്നെ ടു ഫെയിലിയർ. ലാറ്റ് പുൾ ഡൗണിൽ പിന്നെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും ടോപ്പിലേക്ക് ഞാൻ ആ സ്ട്രെച്ചിനെ ഭയങ്കര കൊണ്ടുപോകുന്നുണ്ട്. ലാറ്റ്സ് ഫയറാവും, എന്നിട്ട് താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ ഭയങ്കര സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എത്ര സ്ലോ ആക്കാൻ പറ്റുമോ അത്രയും സ്ലോ ആക്കുക, എന്നിട്ട് പോസിറ്റീവ് എക്സ്പ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് എന്നിട്ട് കപ്പിൾഡ് വിത്ത് പാർഷ്യൽസ്.
ഒരു 2 സെറ്റ് അടിച്ചാൽ നിങ്ങളുടെ ലാറ്റ്സ് അത്യാവശ്യം ബോംബാവും. കാരണം എനിക്കിപ്പോൾ തന്നെ ലാറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ബമ്പായിട്ടുണ്ട്. എല്ലാ മൂമെൻറ്റിലും ഫോമിനെ കറക്റ്റ് ചെയ്യുക. അതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോൾ നോക്കിയാലും പറയുള്ളൂ. ഫോം ഇട്ടിട്ട് തീരെ എൻ്റെ ഒരു വർക്കൗട്ട് ഉണ്ടാവില്ല. ഒരു 10 വർക്കൗട്ട്സിൽ 8 വർക്കൗട്ട്സ് എന്തായാലും പ്രോപ്പർ ഫോമിലും. അപ്പോൾ ലാറ്റ് പുൾ ഡൗണിൽ മാക്സിമം സ്ട്രെച്ച്, നെഗറ്റീവ് ആകുമ്പോൾ സ്ലോ ആക്കുക, പോസിറ്റീവ് എക്സ്പ്ലോഡ് ചെയ്യുക. എത്ര വെയിറ്റ് പുഷ് ചെയ്യാൻ വേണ്ടി അത്ര വെയിറ്റ് പുഷ് ചെയ്യുക ഫോർ 2 സെറ്റ്സ്. സെറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓഫ് കോഴ്സ് ലോ വോളിയമാണ്. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് വോളിയം കൂട്ടാം. എനിക്ക് എന്താണ് വർക്കാവുന്നത് നിങ്ങൾക്ക് വർക്കാവില്ലേ. അപ്പോൾ വോളിയം അതായത് ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, വോളിയം ഡിക്രീസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഏതാണോ നിങ്ങൾക്ക് ബെറ്ററായി സ്യൂട്ട് ചെയ്യണേ ചൂസ് ഇറ്റ്. അപ്പം ഞാൻ പറയില്ല 2 സെറ്റ് അടിക്കാൻ പാടുള്ളൂ, ഇത് 2 സെറ്റ് അടിക്കാൻ പാടുള്ളൂ. ഇത് എൻ്റെ ഒരു റുട്ടീൻ ഞങ്ങൾക്ക് കാട്ടിയില്ല. ഇതിന് പകരം ലാറ്റ്സ് ഭയങ്കര വീക്കാണെങ്കിൽ യു കുഡ് ഇൻക്രീസ് അനദർ 2 സെറ്റ്സ്. അപ്പോൾ 4 സെറ്റ്സ് അടിക്കാം, എന്നിട്ട് റോന് 3 സെറ്റ്സ് അടിക്കാം. അത് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാം അങ്ങനെ. ആൻഡ് തേർഡ് മൂവ്മെൻറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ചെസ്റ്റിലേക്ക് വരുന്നു. ഡിക്ലൈനാണ് ഞാൻ അടിക്കുന്നത്. കുറേ നാളെ ഡിക്ലൈൻ അടിച്ചിട്ട്. കാരണം ഞാൻ ഫ്ലാറ്റിൽ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. കാരണം ഫ്ലാറ്റിൽ ഫോക്കസ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് 80% നമുക്ക് ഡിക്ലൈനും, അതായത് ലോവർ ബാക്കും ആക്ടിവേറ്റ് ആവും. പിന്നെ ലോവർ ബാക്കിന് ഫ്ലൈ ആണ് അടിക്കാറ് എന്നിട്ട്. പക്ഷേ ഞാൻ എന്ന് വെച്ചു അതായത് ഡംബൽ ഡിക്ലൈൻ പ്രസ് അടിക്കുമ്പോൾ അടിപൊളി പമ്പ. സോ ഇന്ന് അത് അടിക്കാനുള്ള പ്ലാൻ ചെയ്യണം. 2 സെറ്റ്സ് 6 to 8 ആണ്. എത്ര വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റും അത്ര വെയിറ്റ് പുഷ് ചെയ്യും. കണ്ടുല്ലോ, ഫെയിലിയറിലേക്ക് തന്നെയാണ്. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ആണ്. സെക്കൻഡ് സെറ്റും അതുപോലെ തന്നെ. ഇത് 2 സെറ്റ് 6 to 8 ആണ്. പക്ഷെ നേരത്തെ ഞാൻ 9 റെപ്സൊക്കെ പോയി ഒറ്റയ്ക്ക്. ഇത് 30 kgs. വീണ്ടും സെയിം സെറ്റ് തന്നെ എയിം ചെയ്യാൻ പോവുക. എന്നിട്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. ഒരു 10 റെപ്സ് 2 സെറ്റ് അടിക്കാൻ പറ്റണതാണെങ്കിൽ എന്നിട്ട് ഞാൻ ഇൻക്രീസ് ചെയ്യും വെയിറ്റ്. നെക്സ്റ്റ് എക്സസൈസ് ചെസ്റ്റ് സപ്പോർട്ട് റോയാ. ഇതിന് പകരം നിങ്ങൾക്ക് സീറ്റഡ് റോ, ബാർബൽ റോ, എനി റോ ഓഫ് യുവർ ചോയ്സ്. ഞാനിവിടെ പെർഫോം ചെയ്യുന്നത് 2 സെറ്റ്സ് ആണ്. ഇതിൽ നോർമലായിട്ടുള്ള സെയിം പ്രിൻസിപ്പിൾസ്, ഹെവി വെയിറ്റ്, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, 6 to 8 എയിം ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഏതോ ദിവസം മെയ് 5-ാം തീയതി ഞാനിപ്പോൾ ഇന്നത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എനിക്കൊരു ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ നോട്ട് ചെയ്യാം. മെയ് 5th ചെസ്റ്റ് സപ്പോർട്ടഡ് റോ അഥവാ ഇൻക്ലൈൻ. ഇപ്പോൾ എക്സാമ്പിളിന് 30 kgs 6 റെപ്സ് കിട്ടി. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ നെക്സ്റ്റ് വീക്കിൽ ബീറ്റ് ചെയ്യാൻ നോക്കും. അതിന് 6 റെപ്സ് സെയിം കിട്ടിയാലും കുഴപ്പമില്ല, ചിലപ്പോൾ കുറവും കിട്ടാം. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ പോകും. അപ്പോൾ ഓരോ ദിവസവും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന് എനിക്ക് ഇത്ര റെപ്പ് കിട്ടി, ഇന്ന് എനിക്ക് ഇത്ര സെറ്റാണ് കിട്ടി. അതിനനുസരിച്ച് ഞാൻ പ്രോഗ്രസ് ചെയ്യും. അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി. അപ്പോൾ 8 റെപ്സ് കിട്ടിയില്ല, എനിക്ക് 7 റെപ്സ് കിട്ടി. ഒറ്റൊരു സെറ്റിന് ഞാൻ റിസ്റ്റ് ബാൻഡ്, അതായത് ഗ്രിപ്പൊന്നും ഇല്ലാണ്ട് അടിക്കാൻ പോവുക. അപ്പോൾ ബേസിക് നാച്ചുറൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ സെയിം വെയിറ്റ് തന്നെ. ഇത്തോട്ടെ ഞാൻ 6 to 8 എയിം ചെയ്യണം. കഴിഞ്ഞ വട്ടം 7 റെപ്സ് കിട്ടി, അതായത് കഴിഞ്ഞ സെറ്റ്. ഇനിയിപ്പോൾ ഐ എം ട്രൈങ് ടു ഗെറ്റ് 6. സിക്സ് റെപ്പ് കിട്ടി പറഞ്ഞ പോലെ. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് ക്രേസി ആയി പോകുന്നതാണ് താല്പര്യം. 15 kgs കുറച്ചു ഡ്രോപ്പ് സെറ്റ് 5 റെപ്പ് സെറ്റ്. അപ്പോൾ
ചെസ്റ്റിൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റ് ഫ്ലൈ ആണ്. ഞാൻ ഫ്ലൈയും പെഗ് ഡെക്കും ഓൾട്ടർനേറ്റ് ചെയ്ത് അടിക്കാറ്. ഫ്ലൈയിലെപ്പോൾ എന്തെങ്കിലും ഹയർ റെപ്സ്, അതാണ് എൻ്റെ ഗോൾ. 12 to 15 റെപ്സ് 2 സെറ്റ്. അത് കഴിഞ്ഞാൽ ബാക്കിന് ലാസ്റ്റ് മൂവ്മെൻറ്റ് പുൾ ഓവർ, അതായത് റോപ്പിൽ 2 സെറ്റ്സ്, അതും 12 to 15 ആണ്. പോസിങ് ഭയങ്കര പെർഫെക്ഷൻ ഒന്നല്ല, നമുക്ക് നോക്കാം നല്ല ചെസ്റ്റ് എങ്ങനെയുണ്ട്. ചെയ്ത് പഠിക്കുകയാണ്. ബാക്കിൻ്റെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ ചെസ്റ്റ് ആൻഡ് ബാക്ക് ഇവിടെ കഴിഞ്ഞു. കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല പമ്പ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യണത് എല്ലാം 2 സെറ്റ്സ് വെച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും ഇത് തന്നെ ചെയ്യണമെന്ന് പറയില്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് എക്സസൈസസ് കൂട്ടാം, നമ്പർ ഓഫ് സെറ്റ്സ് കൂട്ടാം. ഇതൊരു ഗ്രൗണ്ട് വർക്കായിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. കാരണം എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സിറ്റുവേഷൻ കാലറി ഡെഫിസിറ്റിലാണ്, കാലറീസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷനിലേക്ക് എനിക്ക് റിക്കവർ ആവണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോളിയം കുറച്ചത്. കാരണം 2 വീക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, പുൾ ഡേനും ബാക്ക് കിട്ടിയും ചെസ്റ്റ് ആൻഡ് ബാക്കിൻ്റെ ഒപ്പം ബാക്ക് കിട്ടിയും, അതുപോലെ തന്നെ ചെസ്റ്റിനും. അതുകൊണ്ടാണ് ഞാൻ വോളിയം കമ്പാരിറ്റീവ്ലി കുറച്ചത്. പക്ഷേ എനിക്ക് റിക്കവർ ആവുന്നുണ്ട്, റിസൾട്ട്സും എനിക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു ലോ വോളിയം ഹൈ ഇൻറ്റൻസിറ്റി പെർഫോം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണത്. സ്റ്റേ സ്ട്രോങ് ആൻഡ് സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.